ഹായ് പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീഡിയോ കണ്ടു. അത്യാവശ്യം റീച്ചുള്ളൊരു വീഡിയോയുടെ താഴെയുള്ള കുറച്ച് കമൻസുകൾ നോക്കാനിടയായി. ആ കമൻസിൻ്റെ ഇടയിൽ 1-2 പേര് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ രീതിയെക്കുറിച്ചും അല്ലെങ്കിൽ സംസാര ശൈലിയെക്കുറിച്ചും നാക്കിനുണ്ടായ ചെറിയൊരു ഉളുക്കിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് കമൻ്റ് ഇടുകയും അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്തതായി തോന്നി. എനിക്കൊരു ചോദ്യമുണ്ട്. ഈ ബാഡ് കമൻ്റ് ഇടുന്ന ആർക്കെങ്കിലും ഇതുപോലൊരു വീഡിയോ ചെയ്തുകൊണ്ട് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് തെളിയിച്ചു കൊടുക്കുക. അല്ലാതെ എല്ലാ സ്ഥലത്തും നമ്മൾ പറയുന്ന മലയാളി പൊളിയാട എന്ന് പറയുന്ന ആ ഡയലോഗ് ഇതുപോലെയുള്ള കോഴി ചകയുന്ന മാതിരി മറ്റുള്ളവൻ്റെ മറ്റുള്ളവൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് അത് ചകഞ്ഞുകൊണ്ട് എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ നടത്തുന്ന ലൈവിനടിയിൽ വരുന്ന ഓരോ ഞരമ്പ് രോഗികളുടെ ബാഡ് കമൻറ്റുകൾ, സത്യം പറഞ്ഞാൽ പുതിയതായിട്ടൊക്കെ ലൈവ് നടത്തുന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബാഡ് കമൻറ്റ് വന്നപ്പോൾ ലൈവ് കട്ടാക്കി പോകുന്നു എന്ന്. ഇവന്മാരോടൊക്കെ പ്രതികരിക്കുക തന്നെ വേണം പ്രിയങ്ങളെ. പ്രതികരിച്ചില്ലെങ്കിൽ വീണ്ടും ഇവർക്കൊക്കെ ഇതൊരു വളവായി തീരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ബാഡ് കമൻറ്റ് ഇടുന്നവരുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളതല്ലേ. എങ്ങനെയാണ് ഇവർ ഇതുപോലുള്ള രീതിയിൽ വളർന്നു വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ബാഡ് കമൻറ്റ് വരികയും നമ്മൾ അതിനോട് പ്രതികരിക്കുകയും നമ്മൾ ഇഷ്ടപ്പെടുകയും നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ ഇവരോട് ഷൗട്ട് ചെയ്യേണ്ടി വരുന്നൊരു നിസ്സഹായ അവസ്ഥയുണ്ട്. ആ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എല്ലാ ലൈവ് ചെയ്യുന്ന ആളുകളും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കാനായിട്ട് നോക്കുക. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് ബാഡ് കമൻറ്റ് വരിക എന്നുള്ളത്. ഇതുകൊണ്ട് ഇവന്മാർ അനുഭവിക്കുന്ന സുഖം സന്തോഷം എന്താണെന്നുള്ളത് അവർ കണ്ടെത്തട്ടെ. പക്ഷേ നമ്മൾ അതിനെയൊക്കെ ചേർത്തുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.